ഇപ്പോൾ ഈ കാണിച്ചിരുന്ന വീഡിയോ ഇന്ന് ലൈവായിട്ട് എന്നെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണത്. പറയും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ പറയിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാപ്പാൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് എൻ്റെ വലിയ പെങ്ങളത് ഞാൻ തീരുമാനമാക്കിയിട്ട് ഞാൻ അവിടുന്ന് പോരും. ബാക്കി നമുക്ക് പാക്കണം കേട്ടോ. ഇവനാണ് ശരിക്ക് കഥാപാത്രം. ഈ വെല്ലുവിളിക്കുന്ന യഥാർത്ഥ ഈ ഒരാളാണ് 50 സ്പെഷ്യൽ. സ്പെഷ്യൽ ഇവനാണ് യഥാർത്ഥ കഥാപാത്രം. ഒളിഞ്ഞിരുന്ന് കളിക്കുന്ന ഇവനെ ഇപ്പോഴാണ് ഒന്ന് പുറത്തോട്ട് കിട്ടിയത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇന്നലെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോസിൽ ഈ പറയപ്പെടുന്ന വ്യക്തിൻ്റെ ഫോട്ടോയും ഇവൻ്റെ ചാറ്റിങ്ങും ഞാൻ പബ്ലിക്കിൽ വീഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇവൻ ഇന്ന് എൻ്റെ സിസ്റ്ററിനെ, ഈ കാറിലിരിക്കുന്ന ആളുണ്ടല്ലോ, എൻ്റെ സിസ്റ്ററാണ്. ഈ സിസ്റ്ററിനെ ഇവനും എൻ്റെ എക്സ് വൈഫും പാടെ കൂട്ടിയിട്ട് ചാടിച്ച് കൊണ്ടുപോയതാണ്. ഇവളെ ഓൾറെഡി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന അലി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18ാമത്തെ വയസ്സാകുന്നതിന് മുന്നേ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തതാണ്. ആ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത് 18ാമത്തെ വയസ്സ് തികയുമ്പം എൻ്റെ സിസ്റ്ററിന് എൻ്റെ എക്സ് വൈഫാണ് ഇവളെ ചാടിച്ച് കൊണ്ടുപോകാൻ കൂട്ട് നിന്ന് കൊടുത്തത്. കാരണം ഈ പറയപ്പെടുന്ന ഇവനുണ്ടല്ലോ, ഇവൻ്റെ പേരാണ് ജംഷീർ. ഇവൻ നിലമ്പൂരുള്ളതാ, നോട്ടിട്ട് വെച്ചോ. ഇവൻ ഒരുപാട് കുടുംബങ്ങളെ ഇവൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-18 കേസുണ്ട് ഇവൻ്റെ പേരിൽ. അപ്പോൾ ഇവനെന്താ, ജോലിക്കൊന്നും പോകാൻ പറ്റൂല. പെണ്ണുങ്ങളെ വളക്കുക, സ്നേഹം നടിക്കുക, വളക്കുക, കളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ പേരിൽ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അത് റെൻറ്റിന് കൊടുത്തിട്ട് ജീവിക്കുന്നതാണ് ഇവൻ. ഞാനിതൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു തലക്ക് എൻ്റെ സിസ്റ്ററും അവളെ മക്കളും പോരാത്തതിന് അവനക്ക് വേറെ 3 കുട്ടികളുണ്ട്. അവൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ പെണ്ണുങ്ങളെ കളിച്ചിട്ട് മൂഞ്ചിച്ച് വിട്ടത്. അവള് വേറെ ഇപ്പോൾ അവിടെ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ പറയണത് നോണയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്തും പറയാം. അപ്പം ഇവനിപ്പം ഒരു ഭാഗത്ത് എൻ്റെ മക്കളും എൻ്റെ എക്സ് വൈഫും, എനിക്ക് എക്സ് വൈഫ് പോട്ടെ, ഹല്ലി വല്ലി പോട്ടെ പുല്ല്, എൻ്റെ മക്കളാണുള്ളത്. എത്രയോ കാലം ഞാൻ ഇതിനിങ്ങനെ പാത്തും പതുങ്ങി നിൽക്കുക. കാരണം ഇവരായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഗുണ്ടകളാണ്. ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ, മക്കൾ, ഉമ്മ, ബാപ്പ, പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവരെ മാർക്ക് ആരെയും പിച്ചാത്തിയും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അല്ലാണ്ട് ഇവരാരും ഗുണ്ടകളോ ഇതൊന്നും ആയിട്ടൊന്നുമല്ല. ഇവരൊക്കെ പുറകിൽ നിന്ന് വന്ന് കുത്തുന്ന ആൾക്കാരെ കാരണം. ഇവൻ്റെ മെയിൻ തൊഴിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ദിവസം എൻ്റെ വാട്സപ്പിൽ ഇതേമാതിരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത്, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു കേട്ടോ, ഇതേ തെളിവാണിത്, തെളിവ്. ഈ തെളിവ് ആദ്യം കാണുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇവൻ്റെ ജോലി ഈ എൻ്റെ എക്സ് വൈഫിനെ മാട്രിമോണിയിൽ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആണ് എന്നും പറഞ്ഞ് മാട്രിമോണിയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഈ മാട്രിമോണിയിൽ കുറേ പ്രാഞ്ചി അമ്മാവന്മാരുണ്ടാവും. കാരണം കുറേ പെണ്ണുങ്ങളെ കിട്ടുമല്ലോ ഡിവോഴ്സ് ആയിട്ട്. അവരായിട്ട് കമ്പനി കൂടി വീഡിയോ കോൾ ചെയ്തിട്ട് അവരെ നേക്കഡ് ആയിട്ടുള്ള വീഡിയോസുകൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് ഈ ജംഷീറിന് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ നിന്ന് പൈസ തട്ടുന്ന പരിപാടിയാണ് ആർക്ക്? എൻ്റെ എക്സ് വൈഫിനും ഈ പറയപ്പെടുന്ന ജംഷീറിനും. അങ്ങനെ ജംഷീറിനെ പിടിച്ചിട്ടുള്ളതാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണിത്. എന്താണ് വീഡിയോസിൽ? ഹണി ട്രാപ്പ് എന്താ സംഭവം? ഈ ഹണി ട്രാപ്പ് ആരാണ് ആളെത്തിച്ചു കൊടുക്കുന്നത്? പെണ്ണ് വേണ്ടേ? ആ പെണ്ണാണ് എൻ്റെ എക്സ് വൈഫ്. തെളിവ് സഹിതാണ് ഞാൻ പറഞ്ഞത്. ഒരു വാട്സപ്പിന്റെ ഇത് എനിക്കൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടാ. ഞാൻ ഉദ്ദേശിച്ച ആളെന്നെയാണോ ഇത്? ഞാൻ ഉദ്ദേശിച്ച ആളെന്നെയാണിത്. എനിക്കൊരു സംശയം, നിങ്ങളെ പഴയ മറ്റാളാണോന്ന്. ഞാന് ഇന്ന് വൈഫിന്റെ ആങ്ങൾക്ക് കല്യാണം നോക്കുന്നുണ്ട്. അത് ചങ്ങരംകുളത്താണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പെട്ടെന്ന് വൈഫ് പറഞ്ഞു ഇത് ഫാത്തിന്റെ ഹസ്ബൻഡാണോ പറഞ്ഞു, വൈഫാണ് പറഞ്ഞു. ഞാൻ പറയാ ഫാത്തി നിങ്ങൾക്ക് അറിയില്ല ഈ ഇൻസ്റ്റാഗ്രാമിലോ? അല്ല നോക്കിയപ്പോ ഇവള് ശിങ്കിവളല്ല പരിചയമില്ല. വൈഫാ പറഞ്ഞത്, ഇത് അവന്റെ വൈഫാണല്ലോ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ഫോട്ടോ വെച്ചാണ് നിക്കായിലാണ് സംഭവം.
എന്റെ തല കുരുപ്പ് കെട്ടാനല്ല. ഞാനേ അളിയനും വേണ്ടിയിട്ട് വേറ്റുനിക്കാര് തപ്പിയപ്പോ ഇത് വന്ന്, അതായത് കൊറേ വരുമല്ലോ ആ കൂട്ടത്തില്, അത് ഫോട്ടോ ഒക്കെ പബ്ലിക്കാണ്, അങ്ങനെ കണ്ടാണ്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചാണ് എനിക്കൊന്ന് വിടാൻ വേണ്ടിയിട്ട്. ഇതന്നെയാണ് ആലോചിച്ചാണ്ട്. ഞാൻ നമ്മളെ ഫോട്ടോ അല്ലാതെ കണ്ടിട്ടില്ല. പക്ഷെ വൈഫിന് പെട്ടെന്ന് മനസ്സിലായി. എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ അനിയന് വേണ്ടിയിട്ട് കല്യാണം അന്വേഷിക്കുകയാണ്. ഈ അന്വേഷിക്കുന്ന സമയത്താണ് എൻ്റെ എക്സ് വൈഫിൻ്റെ ഫോട്ടോ കാണുന്നത്. ഞാൻ തന്നെ കിളി പറയും, 2024 അതിന് മുന്നേ ഉണ്ട്. അപ്പോൾ ഈ ഹണി ട്രാപ്പിൽ ആളെത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് എൻ്റെ എക്സ് വൈഫിനുള്ളത്. നിങ്ങൾ അവിടെ സാഡായിട്ടുള്ള ക്യാപ്ഷൻ ഇട്ടാണ്ട് തൊലിച്ച് വരുമ്പം ഓ പാവം എൻ്റെ കുട്ടി എന്താ ഇവിടെ നിലപാട് നിങ്ങൾ വിചാരിച്ചേ തന്നെയാ നല്ലോ. ഞാനിത് പറയാത്തതിൻ്റെ കാരണം എനിക്കൊരു പെൺകുട്ടി 2 ആൺകുട്ടിയുണ്ട്, സമൂഹത്തിൽ അവർക്ക് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ പറയാണ്ട് ക്ഷമിച്ച് എത്ര കാലം എന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 ദിവസം 2 ദിവസമല്ലേ ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നേ. 365 ദിവസം ഒരു വർഷത്തിനുണ്ടെങ്കിൽ അതുപോലത്തെ 3 വർഷമാണ് ഞാൻ നോക്കിയേ. 365 × 3 കൂട്ടിക്കോ. അപ്പം എൻ്റെ എക്സ് വൈഫിൻ്റെ ജോലി ഇതാണ്. എന്ത് മാട്രിമോണിയിൽ പോയിട്ട് എന്ത് ചെയ്യുക, കല്യാണം ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50, 45, 60 വയസ്സായിട്ടുള്ള ഓരോ പ്രാഞ്ച് കിളവന്മാരെ കിട്ടും. ആ കിളവന്മാരെ കമ്പിയാക്കിയാണ്ട് വീഡിയോ കോൾ ചെയ്താണ്ട് ആ വീഡിയോ കോളിൻ്റെ സ്ക്രീൻ റെക്കോർഡുകൾ ഈ പറയപ്പെടുന്ന ജംഷീറിനെ അയച്ചു കൊടുത്തിട്ട് ജംഷീറിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പൈസ തട്ടുന്ന പരിപാടിയാണ് ആർക്ക് എൻ്റെ എക്സ് വൈഫിനും ജംഷീറിനും. മനസ്സിലായോ? ഇങ്ങനെ അതുപോലെ തന്നെ നിലമ്പൂരുള്ള പല ആളുകൾക്കും അറിയാം. അപ്പോൾ ഇവനെതിരെ വീഡിയോ ഇട്ടപ്പം ഇവൻ വന്ന് ഈ മണ്ണാർക്കാടുള്ള ഒരുത്തൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വെച്ച് തരാം. ഇതാണ് ആ ഡയലോഗ്. എന്ത് സത്യം പറയാലോ, ഞാൻ നെട്ടി. അതായത് ഞങ്ങള് കുറച്ച് മുമ്പത്തെ പരിചയ ഇവന്റെ ചെറിയ അളിയനും ഞാനും തമ്മില്. അവന്റെ പേര് ജംഷീന. ഈ ജംഷി ഉണ്ടല്ലോ, ഇവന്റെ 2 സ്റ്റിച്ച് ഉണ്ട് ഇവന്റെ മുഖത്ത്, ചുണ്ടുമ്മേ. ഈ ജംഷി ഇടിച്ച് ചുണ്ടിന് മുറിച്ച് കളഞ്ഞതാ. എന്തിനാ അറിയോ? ഇവന്റെ നാക്ക് ശരിയല്ലായിട്ട്. ഇവൻ ഉള്ളിലേക്ക് ഓടിയിരിക്കണു. ഈ ജംഷിനെ പേടിച്ചിട്ട് ഇറങ്ങാതെ മണിക്കൂറുകളോളം ഇപ്പം പെരയുടെ പുറത്തേക്ക് വാതില് തുറന്നത്. മനസ്സിലായോ? അപ്പൊ പിന്നെ ഞാൻ ഈ ബാക്കി ഒന്നും പറയണ്ടല്ലോ ഫാത്തിയ. നീ സംശയം ഉണ്ടെങ്കിൽ ഓനോട് തന്നെ വിളിച്ച് ചോദിച്ചോയിക്കും. പിന്നെ ഞാൻ ഈ എന്റെ അളിയൻ ജംഷിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇജൊന്ന് ആണാണെന്നുണ്ടെങ്കിൽ എന്നാ ഇജിപ്പൊ എന്നോട് പറഞ്ഞ മാതിരത്തെ ഒരു വെല്ലുവിളി ഇന്ന ജംഷി അങ്ങനെ കാട്ടിയിട്ടില്ല ഇങ്ങനെ കാട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇജൊന്ന് വിളിച്ചു പറഞ്ഞ. ഒന്നുമില്ല, അന്റെ ആണത്തെ ഞാനൊന്ന് നോക്കട്ടെ. ഇജൊന്ന് വിളിച്ചു പറഞ്ഞ. അനക്കൊരു തോന്നലുണ്ട്, ഇജ്ജ് അവിടെ ഇരുന്നാൽ അവിടെ വെച്ചാൽ ഞാൻ പൂട്ടും. ഇജ്ജ് വെയിറ്റ് ചെയ്യേ. മനസ്സിലായോ? അപ്പൊ എന്റെ അളിയൻ ജംഷീർ പഴയ ബന്ധമുള്ള ആളാണ്. ആയിക്കോട്ടെ, ബന്ധം ഉണ്ടായിക്കോട്ടെ. അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ അടിച്ച് കൊന്നതിന്റെ ശേഷം ബാക്കി ഉണ്ടെങ്കിൽ ഷെരീഫ് എനിക്ക് തരാനുള്ളത് അല്ലേ, വൃത്തിക്ക് പറഞ്ഞിട്ടില്ലേ? അപ്പോഴും ഞാൻ ഇവരെ കുറിച്ച് പറയാത്തത് ഇവരെ പേടിച്ചിട്ടൊന്നുമല്ല സംഭവം. നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. പേടിയെന്നുള്ളത് ഇവര് എൻ്റെ വീട്ടിലേ കയറിയിട്ടുള്ളൂ. ഞാൻ എവിടെയുള്ളത്? ദുബായിലല്ലേ ഉള്ളത് അല്ലേ? ഈ ഷെരീഫിൻ്റെ അവിടെ നിൽക്കട്ടെ. ഈ ജംഷീർ പിന്നെ ഇതുപോലെ തന്നെ വീട് ഒഴിപ്പിക്കുക, ആളെ തല്ലുക, അതുപോലെ തന്നെ ഫിനാൻസ് CC ചെയ്യുക, ഇങ്ങനെയുള്ള സകല തെമ്മാടിത്തരം ചെയ്തിട്ടാണ് ഇവൻ ജീവിക്കുന്നത്. ഇവനെ നോട്ടിട്ട് വെച്ചോ, ഇവൻ്റെ ഫോട്ടോ, ഇവനായിട്ടുള്ള ചാറ്റിങ് നിങ്ങളെ ഭാര്യയോ നിങ്ങളെ പെങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അവർ പെട്ട് ട്രാപ്പിലായിട്ടുണ്ടാവും. 100 കണക്കിന് പെൺപിള്ളേരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവനെ പറ്റിയിട്ട്. ഈ വീഡിയോ ഇടുമ്പോൾ പലതും വരും. ചിലപ്പോൾ എൻ്റെ ഉപ്പാനടിച്ചിട്ടുണ്ടാവും, ഉമ്മാനടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാനത് വിടൂല. ഇവൻ ഈ ചെയ്യുന്നത് നിലമ്പൂരിലുള്ള വല്ല മാർക്സിസ്റ്റല്ല കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പവറിലാണ് ഉള്ളത്. നന്നായിട്ട് അറിയാം. ഓൻ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കാത്തുക്കാരന പോലെ എന്നെ ഇതാക്കാണ്. ഈ ഷെരീഫിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ എക്സ് വൈഫും ഈ ജംഷീറും ചെയ്തിട്ടുള്ള തെമ്മാടിത്തരം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിനെ ഇതിലോട്ട് വലിച്ചിട്ടുള്ളത്. അത് വലിച്ചിട്ടിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ പിന്നെ 3 എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ആണായിട്ട് സാമാനം തൂക്കി അറിഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തെറി വിളിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഈ ജംഷീർ എന്നെ അടിച്ചു എന്നും പറഞ്ഞിട്ട് ഷെരീഫ് ഇട്ടൊരു വീഡിയോസിൽ, ജംഷീറെ നീ എന്നെ എപ്പോഴാണ് അടിച്ചേ? നീ എൻ്റെ രോമത്തിൽ തൊട്ടിട്ടുണ്ടോ ജംഷീറെ? ഞാനിപ്പോൾ ഇതാക്കണം എന്നെ പച്ചക്ക് ഞാൻ പറയണത്. ഈ ജംഷീറിന് പറഞ്ഞ ഒരാള് നിങ്ങളെ കുടുംബത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ചോ, ഇവൻ പക്ക ഫ്രോഡാണ്.
ഇവൻ പക്ക ഫ്രോഡാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഓപ്പോസിറ്റ് സൈഡ് ഒരു പെങ്ങൾ അവിടെ ഉണ്ടായി, അതിൽ 2 കുട്ടികളുണ്ടായി. എൻ്റെ പെങ്ങളെ, എൻ്റെ സിസ്റ്ററിനെ, ഓക്കെ, എൻ്റെ എക്സ് വൈഫ് എന്ന് പറയുന്ന സുമി ഈ സാധനത്തിൻ്റെ ഒരു ചാറ്റ് കണ്ടതിൻ്റെ പേരിലാണ്. സാധാരണ ഇപ്പം നമ്മൾ നിങ്ങൾ ഭാര്യമാർ പെണ്ണുങ്ങളോടാ ചോദിക്കണം കേട്ടോ, നിങ്ങളെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് ഒരു ഫേക്ക് ഒരു ചാറ്റ് കണ്ടു, ഏതോ ഒരു പെണ്ണിനായിട്ട് ചാറ്റ് ചെയ്യണ കണ്ടിട്ട് നിങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളെ തല്ലുന്നില്ലേ? അതേപോലെ 8 മാസം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എൻ്റെ എക്സ് വൈഫ് എന്ന് പറയുന്ന ഈ പെണ്ണ് പിടിച്ച് ഇവളെ ചാറ്റ് കണ്ടിട്ടാണ് എൻ്റെ സിസ്റ്ററിന് 8 മാസം വയറ്റിലുള്ള സമയത്ത് ആ പെണ്ണിനെ ചുറ്റിയ കൊണ്ട് അടിച്ച് കൊല്ലാനാക്കിയത്. അതുപോലെ ഓൻ്റെ പെരൻ്റെ മുമ്പിൽ എന്നിട്ട് പറയണം, വീഡിയോ ഞാൻ എടുക്കും, മനസ്സിലായില്ലേ? അതുപോലെ പറയണം, ഓൻ്റെ എല്ലാ തോന്നിവാസവും ഞാൻ പറയുന്ന പോലെ പറയണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പാനെ ചൊരു പണിയുണ്ട്. ഇവരൊരു വിചാരമുണ്ട്, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, എന്ത് ഗുണ്ടകളായി കഴിഞ്ഞ് നിങ്ങളെ ഒച്ചാനിച്ചാണ്ട് ജീവിക്കണം. എന്താ ഇപ്പം ഷെരീഫ് സാജിനെ ഇപ്പം എന്തിനാ രണ്ടാമത് വന്നത്? സാജി എനിക്കെതിരെ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കമൻറ്റ് ഇട്ടേന്, എന്താ നിന്നോടൊക്കെ ചോദിച്ചിട്ട് വേണം നീ സാജിയൊക്കെ ജീവിക്കാൻ? ഈ ഷെരീഫ് പറയുന്ന സകല കാര്യങ്ങളും കള്ളത്തിലാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞതാണ് അല്ലേ? ഞാൻ ഷെരീഫിനായിട്ട് എന്താ പ്രശ്നം? ഷെരീഫ് ഞാൻ എന്താ നിന്നേറ്റ് പ്രശ്നമുള്ളത്? എന്താ പ്രശ്നം? ഒരു പാവം പിടിച്ച ഒരു സ്ത്രീനെ, അവരെന്തു ആയിക്കോട്ടെ, അവർ മോശമായിക്കോട്ടെ, അവർ പലതരത്തിൽ പല ആളുകളെ കൂടെ പോയിക്കോട്ടെ, പക്ഷെ അവർ 5 മക്കളെ നോക്കുന്നുണ്ട്, അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുന്നോടത്തുനിന്ന് നീ എന്ത് ചെയ്യല്ലേ? നീ അവരെ ഉപദ്രവിക്കല്ലേ എന്നല്ലേ ഞാൻ പറഞ്ഞത് ഷെരീഫെ? അവരെന്തു ആയിക്കോട്ടെ, അവർ ഉമ്മാനെ ചീത്ത പറഞ്ഞു, വാപ്പാനെ ചീത്ത പറഞ്ഞു, ലോകത്ത് എന്തോരുണ്ട്, ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ ഒരു പാവം പിടിച്ച സ്ത്രീനെ ചെറി പറഞ്ഞ് പബ്ലിക്കിന് നാണം കെടുത്തിയപ്പം 5 മക്കളെ നോക്കുന്ന ആ സ്ത്രീൻ്റെ ബുദ്ധിമുട്ട് 2 മക്കളെ നോക്കുന്ന ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഷെരീഫെ ഈ പെണ്ണിനെ നീ ഇങ്ങനെ പച്ചക്കാക്കൽ അത് വിട്. അപ്പം നീ എന്താ വിചാരിച്ചത്? ഷെരീഫ് സാജിനെ സപ്പോർട്ട് ചെയ്യും ഷെരീഫെ. അത് നീ ഒന്ന് ആലോചിച്ച് നോക്കണത്, നീ അത് ഓർത്തു നോക്കണം. ഈ ഷെരീഫിൻ്റെ BGM ഇട്ടാണ്ട് ഓരോരുത്തർ വന്ന് കുമ്പസരിക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്താ ഉള്ളത്? നമ്മൾ തുണി അയച്ചിട്ടാണ്ട് വല്ലയിടത്തും പോയതോ? അത് ഞങ്ങളുടെ ഫീലിങ്സ് ആണ്. അത് ആരുടെ കൂടെ വേണമെങ്കിൽ പോവാം. ഈ ജംഷീർ എന്ന് പറഞ്ഞ കഥാപാത്രവും അതുപോലെ തന്നെ സഫീദ പള്ളിയാൽ തൊടിക, ഇതുപോലത്തെ 2 എണ്ണാണ് എൻ്റെ ലൈഫും എൻ്റെ കുടുംബത്തിൻ്റെ ലൈഫും എൻ്റെ മക്കളുടെ ലൈഫും ഇല്ലാണ്ടാക്കിയത്. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പം തലയിൽ പേനരിച്ചു, പിന്നെ വേറൊരുത്തന്നെ മടിയിലിരുത്തി, എന്നിട്ട് പിന്നെ അതേമാതിരി തന്നെ സ്കൂൾ മുടക്കി. ആ സ്കൂളിൽ വിട്ടോടത്തുനിന്ന് ട്യൂഷന് വിട്ടിട്ട് അവിടെ വിട്ട പെണ്ണിനെ പച്ചക്ക് തെറി പറഞ്ഞ ഒരാളാണ് ഈ പറഞ്ഞ സഫീദ PT. ഇപ്പോൾ ഓല ചാറ്റ്, ഓല ഫോട്ടോസ്, അവരെ വീഡിയോസ് പുറത്തിറങ്ങിയപ്പോൾ ഇവർക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. ഈ ഷെരീഫിനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതും ഈ ഷെരീഫിനെതിരെ ഒരു വീഡിയോ ഇട്ടത് അത് ഡിലീറ്റ് ആക്കിയത് നിലമ്പൂരുള്ള വേറൊരു പയ്യനാണ്. ആ പയ്യൻ ഇവൻ്റെ കൂട്ടനാണ്. ഞാൻ ഇത് പറയണ്ടാണ് വിചാരിച്ചു. ഇനി എൻ്റെ കുടുംബത്തിന് എന്ത് തന്നെ വന്നാലും ഈ ജംഷീറിന് ഷെരീഫിന് നോട്ടിട്ട് വെച്ചോ. ഈ പറയുന്ന സഫീദാനെ, ഈ പറയുന്ന സഫീദ PT എന്ന് പറയുന്ന പെണ്ണ് ഏതെങ്കിലും മാട്രിമോണിയിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വന്നിട്ട് വല്ല ആണുങ്ങൾക്കും കമ്പിക്കാതെ പറഞ്ഞാണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹമേ ആണുങ്ങളെ നോക്കിക്കോളി, നിങ്ങളെ പച്ചർച്ച് തിന്നാനും നിങ്ങളെ വില പേശാനുമാണ് ഇവളും ഈ പറയുന്ന ജംഷീർ ഇതാക്കുന്നത്. ഈ ജംഷീറിനെ ഹണി ട്രാപ്പിൽ ഓൾറെഡി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചതാണ്. അതിന് കൂട്ടുനിന്നതും അതിനാളെത്തിച്ചു കൊടുത്തതും ഈ സഫീദ പള്ളിയാൽ തൊടിക PT ആണ്. അറിയാം, നാളെ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വാപ്പാനെ തല്ലും, എൻ്റെ ഉമ്മാനെ തല്ലും, എൻ്റെ അനിയന്മാരെ തല്ലും. ഭീഷണികളെ ഇവർ പെടുത്തുള്ളൂ. ഭീഷണി പെടുത്തട്ടെ, അതടക്കട്ടെ. ഇവരെ പേടിച്ചിട്ട് കാലാകാലം ഇങ്ങനെ മരിച്ചു ജീവിക്കണേക്കാട്ടും നല്ലത് ഒറ്റവട്ടം ചാകുന്നതല്ലേ? അല്ല ജംഷീറെ, നിന്നൊക്കെ പേടിച്ചാണ്ട് കാലാകാലം മരിക്കണേക്കാട്ടും നല്ലല്ലേ ജംഷീറെ ഒരു വട്ടം ചാകുന്നത്? നീ കൊല്ലണം സംഭവം. എന്നിട്ട് ഇവന്റെ പെണ്ണുങ്ങൾ വേറെ ഒരുത്തന്റെ കൂടെ ചാടിപ്പോയതാണ്. വേറെ ഒരുത്തന്റെ കൂടെ അല്ല, ഇവന്റെ സ്വന്തം കൂട്ടുകാരനെ കൂടെ കിടന്ന് പിടിച്ചതാ. അറിയോ? അല്ലാന്ന് പറയട്ടെ, നിന്റെ 3 മക്കൾ ഉമ്മ എവിടെടാ? നിന്റെ 3 മക്കൾ ഉമ്മ എവിടെ? നമ്മളാരും നിങ്ങൾ ചെയ്യുന്ന മാതിരിക്ക് കണ്ടോലെ കുത്തിന് പിടിച്ചിട്ടും
ഇല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കിയിട്ടൊന്നല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ പെരെ കയറുമ്പോൾ മാത്രമേ അടിപിടി ഉണ്ടാക്കലുള്ളൂ. അല്ലാണ്ട് നാട്ടുകാരെ അടിപിടി ഉണ്ടാക്കിയാണ്ട് അവരെ പച്ചർച്ചി തിന്ന് ജീവിച്ചിട്ടുണ്ടോ അത് കക്കിച്ചും അത് പുറത്തോട്ട് തള്ളിച്ചും അത് നമ്മൾ തള്ളിക്കണ്ട. അത് മേലൊരാൾ നിന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ടേ. ഇവൻ എന്നിട്ട് ഈ ഷെരീഫിനെ കൊണ്ട് എന്നിട്ട് നീ എന്താ വിചാരിച്ചു? ഇവൻ ഷെരീഫിനെയും കൊണ്ട് കൂട്ടുപിടിച്ചാണ്ട് എൻ്റെ പേരയിൽ ഇവൻ എന്നിട്ട് എന്ത് ചെയ്തിക്കുക? ഇപ്പൊ അനക്കെതിരെ വീഡിയോ ഇട്ടപ്പം നിന്റെ കുരു പൊട്ടിയില്ലേടാ അണ്ടിമോറ? നീ ഏത് പാർട്ടിക്കാരനാ? എന്നിട്ട് ആ പാർട്ടി എന്നെ വന്നിട്ട് പുഴുങ്ങി തിന്നുവോ? പാർട്ടിന്റെ ഇത് ഇവൻ നിലമ്പൂരുള്ള ആരേലും ഉണ്ടെങ്കിൽ, നിലമ്പൂരിൽ നമ്മളും കുത്തിയിട്ടുള്ളത് മാർക്സിസ്റ്റ് ഇതിനാണ്, കോൺഗ്രസിനാണ്. നമ്മളും കുത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിനാ. ആ മുസ്ലിം ലീഗിൽ കുത്തിയ ഞങ്ങൾക്കെതിരെ ഇത് ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ കുത്തിയാൽ എന്ത് കഥയുള്ളത്? എന്ത് കഥയുള്ളത്? നിലമ്പൂരുള്ള സകല ആളുകൾക്കും അറിയാം ഇവനെ കാരണം 100 കണക്കിന് കുടുംബമാണ് ഇല്ലാണ്ടായിട്ടുള്ളത്. ഇവന് ജോലിക്ക് പോകാൻ പറ്റൂല. ഇവന് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് അറിയോ? ഇതേപോലെ ഹണി ട്രാപ്പ് ഉണ്ടാക്കിയിട്ടും ഈ ചെറുക്കന്മാരെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും പെണ്ണുങ്ങളെ വെച്ചിട്ട് ഓരോരുത്തർക്ക് വെടിയിപ്പിച്ചിട്ടും എന്നിട്ട് ഇവർക്കെതിരെ പറയുമ്പോൾ ഇവർ ഭീഷണി. ഇന്ന് രാവിലെ ഇവർക്കെതിരെ ഇന്നലെ രാത്രി ഞാൻ ഇട്ട വീഡിയോസ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ എൻ്റെ ഉമ്മാന്റെ കാല് പിടിച്ചോണ്ട് തീർക്കായിരുന്നവൻ. ഇന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് ഇഞ്ഞോൻ ഡിലീറ്റ് ആക്കൂലാണ്. ഇന്നാണ് എൻ്റെ വാപ്പ പറഞ്ഞത് ഇനി ഓൻ ഡിലീറ്റ് ആക്കൂല. കുറെ ആയി ഞങ്ങൾ ക്ഷമിക്കുന്നത്. കാരണം ഇത് വേറെ ആരുമല്ല, ഒക്കെ കുടുംബത്തിലുള്ള ആൾ തന്നെ. സത്യത്തിൽ എൻ്റെ സിസ്റ്ററിനെ ഇതിൽ പെടുത്തിയതാട്ടോ. എൻ്റെ എക്സ് വൈഫിനെ ഞാൻ TTC പഠിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ച സമയത്താണ് ഈ ചങ്ങായിനായിട്ട് ഇവൾക്ക് ലവ് ആയത്. അന്ന് ഞാൻ നിക്കാഹ് വെച്ചുകൊണ്ട് ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പയ്യനായിട്ട് ലവ് ആയിട്ട് അവൻ ഓൾറെഡി അവൻ്റെ വൈഫ് ചാടിപ്പോയല്ലോ. അവനക്കാണെങ്കിൽ ആ 3 മക്കളെ നോക്കാൻ ഒരാളില്ല. കാരണം ഇവൻ്റെ തള്ള സൗദി അറേബ്യയിൽ വെച്ചിട്ട് സൂയിസൈഡ് ചെയ്ത് ഇവൻ്റെ ഉമ്മ. ഇതൊന്നും പറയാൻ പാടില്ല, എന്നാലും പറയിപ്പിക്കാണ് വന്ന് മാന്തിയിട്ട് സമാധാനമായിട്ട് ജീവിച്ചു പോവാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചു കൊടുത്തത് ജംഷീറാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത മാരിക്ക് അവിടെ ഇരുന്നേണ്ടി ഇതാക്കുക. നീ ഗുണ്ടായിക്കോ, നീ ഗുണ്ട തന്നെയാണ്, നീ ഗുണ്ടായിക്കോ. എവിടെയെങ്കിലുമൊക്കെ നിനക്കുള്ളൊരു ഒരു കുത്ത് നിനക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. അത് ഇതിനൊരു തുടക്കാവട്ടെ. ചിലപ്പോൾ നീ ഞങ്ങളെ കുത്തും, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുത്തും. നമ്മൾ വെല്ലുവിളിക്കുന്നില്ല. കാരണം നമുക്ക് ജീവിക്കണം. നമുക്ക് ഈ കുട്ടികളെയും മക്കളെയും നോക്കിയിട്ട് എന്നെ പച്ചക്ക് ഇവർ രണ്ടാളും എൻ്റെ എക്സ് വൈഫ് ഇവനും ചെയ്ത തെമ്മാടിത്തരം നാട്ടുകാരടിയിൽ മറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സിറിഞ്ചാണ്, ഞാൻ കള്ളാണ്, ഞാൻ മറ്റേതാണ്. എൻ്റെ ഉമ്മ രാജൻ ചേട്ടൻ്റെ കൂടെ പോയി, എൻ്റെ വാപ്പ മറ്റൊരുത്ത് കൂടെ പോയി, എൻ്റെ പെങ്ങൾ ഇതീ കൂടെ പോയി, എൻ്റെ അനിയന്മാർ ഇതീ കൂടെ പോയി, ഞാൻ അതിൽ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് പച്ച കള്ളം ഉണ്ടാക്കിയത് ഇവനും ഈ പറയുന്ന പെണ്ണുമാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് സമാധാനമായിട്ട് ഇവിടെ ജീവിച്ചു നോക്കുമ്പം കുയിമ്പുണ്ടാക്കുക. ഇനി എന്നെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആരെങ്കിലും ബോധിപ്പിക്കാനുള്ളതില്ല. ഞാൻ തെളിവ് സഹിതമാണ് സംസാരിക്കുന്നുള്ളൂ. തെളിവ് സഹിതമാണ് സംസാരിക്കുന്നത്. ഞാൻ കള്ളം പറഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് ജെനുവിനായിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ തത്ത പറയും പോലെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ജംഷീർ എന്ന് പറയുന്ന വ്യക്തിനെയും ഈ പറയുന്ന സുമി എന്ന് പറയുന്ന ഈ പറയുന്ന സഫീദ PT എന്ന് പറയുന്ന പെണ്ണിനെയും നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും 2 കൂട്ടക്കാരും ശ്രദ്ധിച്ചോളി. ആണുങ്ങൾ ശ്രദ്ധിച്ചോ, പല വൈക്ക് ഇവിടെ വരും, ചാറ്റാനും മിണ്ടാനും വരും, വീഡിയോ കോൾ ചെയ്യാൻ വരും, സ്ക്രീൻ റെക്കോർഡ് എടുത്തേക്കും. നിങ്ങളെ ഫേസ് കിട്ടിയാൽ മതി, അവരെന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ മോർഫ് ചെയ്തിട്ട് നിങ്ങളെ ട്രാപ്പിലാക്കും. നിങ്ങൾ നല്ല രീതിയിലേക്കാരും ചിലപ്പോൾ കൂട്ടുണ്ടാകുക, പക്ഷെ മോർഫ് ചെയ്തിട്ട് നിങ്ങളെ പെടുത്തും, പൈസ മേടിക്കും, ലക്ഷങ്ങൾ മേടിക്കും. അതിന് കൂട്ടു നിൽക്കുന്ന ആളാണ് ഈ ജംഷീറിന് പറഞ്ഞ ആള്. ഈ ജംഷീറിനെ പറ്റിയിട്ട് ഓൾറെഡി മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസാണിത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട. അതിലതൊക്കെ ഡേറ്റ് സഹിതം വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോസ് ആണെങ്കിലും ഞാൻ ഇതുവരെ വരെയായിട്ട് ഞാൻ കളിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഓപ്പോസിറ്റ് സൈഡ് എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളല്ലേ, ആ മക്കളെ ഭാവിയായിട്ടൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവളും പെട്ടുപോയിട്ടുണ്ടാവാം, അറിയില്ല എന്താണുള്ളത്. പക്ഷെ അത് വേണ്ടാന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മണ്ണാർക്കാടുള്ള ഒരുത്തനെയും കൂട്ടി പിടിച്ചാണ്ട് ഇവിടെ വന്നുകൊണ്ട് കുമ്പസരിച്ചാണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി പോയിട്ട് എൻ്റെ കുടുംബത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് സമയം കിട്ടുമ്പോൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതാ പറഞ്ഞിട്ടുള്ളതാക്കണ്. ഈ ചാറ്റുകളൊക്കെ എൻ്റെ എക്സ് വൈഫ് വരും ഉള്ളതാണ്. എത്ര കാലം മുന്നുള്ളതാണെന്നറിയോ? 2019, 2020, 2021, 2022, 2023 ജൂണിലാണ് ഞാൻ ഈ മക്കളെ കൊണ്ടുവരുന്നത്.
അവിടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരുത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ചതിൻ്റെ ചാറ്റോ പറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു തരാൻ വേണ്ടി പറയാം. ഞാൻ പക്ഷേ ഇവിടെ ഒഴിവാക്കിയത് 2016 ഞാൻ ഇവിടെ ഒഴിവാക്കിയതാണ്. അതിൻ്റെ തെളിവ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അവരുടെ വീട്ടുകാരത്തുണ്ട്. ഞാൻ 2016 ഞാൻ ഇവിടെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം ഇവൾക്ക് പൈസ മാത്രം മതി. കാരണം ഇവള് ജീവിക്കുന്നത് കാമുകനായിട്ടുള്ള ഇവൻ്റെ കൂടെ, ഓന് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൻ്റെ കൂടെ ജീവിച്ചു. ഭയങ്കര ഹൈപ്പല്ല. ഇവൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഇവൻ്റെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്ക് വെച്ചിട്ട് എൻ്റെ പിഞ്ചു മക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ ഭാര്യയാണ്, ഭാര്യയായിട്ടുള്ളവള്. ഇവള് മക്കളെ സ്നേഹമല്ല കേട്ടോ, ഇവൾക്ക് മക്കളെ സ്നേഹമല്ല. 3.5 വർഷമായിട്ട് മക്കളോട് കാണുന്നില്ല. എത്ര വർഷം? 3.5 വർഷമായിട്ട് എൻ്റെ എക്സ് വൈഫി എന്ന് പറഞ്ഞ സ്ത്രീ സോഷ്യൽ മീഡിയ കൂടെ കാണുന്നത് കുട്ടികളെ. എന്നിട്ടും ആ കുട്ടികളെ ഓരോ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തേണ് ആയിട്ട് അതും നിർത്തി. ഇവള് കാണുന്നില്ല ഇതുവരെ. കാരണം ഇവൾക്കിപ്പം കുട്ടികൾ വേണോ കാമുകൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് പറയണത് കാമുകൻ മതി എന്നുള്ളതാണ് സത്യം. എന്നാ പിന്നെ അവരെ കൂടെ ജീവിച്ചാൽ പോരെ, അവൻ്റെ കൂടെ പോയിട്ട് മക്കളുണ്ടാക്കിയാൽ പോരെ. എന്തിനാ ഇന്നെ കൊണ്ട് വെറുതെ മക്കളുണ്ടാക്കിയാണ്ട് തീറ്റി പറ്റിയാണ്ട് പിന്നെ ഊമ്പിച്ചാണ് നടക്കുന്നത്. ഇവരെ പോലുള്ള ആളുകളാണ് നാട്ടിൽ ഇതുപോലെ നശിപ്പിച്ചളയുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷെ അതുപോലെ തന്നെ നിയമം കയ്യിലെടുപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം കാണിക്കുന്നത് അധികൃതർ കാണുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇവനാണ് ഇതിലെല്ലാത്തിനും കളി. അതുപോലെ തന്നെ ഇവന് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരോ പോലീസുകാരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതൊക്കെ ആരുണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ബൈ.